ഒരു കോഴിക്കോടൻ രുചിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ചുവപ്പ് ചീര കൊണ്ട് തീരെ കുഴഞ്ഞു പോവാത്ത രീതിയിൽ തോരൻ ഉണ്ടാക്കുന്നതാണ് കേട്ടോ എന്ന് ഞാൻ വീഡിയോയിലിട്ടിട്ടുള്ള റെസിപ്പി. ഈ തോരൻ ഉണ്ടാക്കാൻ ഇത്രയും ചീര, ചുവന്ന ചീരയാണ് എടുത്തിട്ടുള്ളത്. ഇതിൻ്റെ വേരുമൊക്കെ കളഞ്ഞിട്ട് ഒരു 3-4 പ്രാവശ്യം നല്ലോണം വെള്ളത്തിൽ കഴുകിയതിന് ശേഷം ഒരു കുഴിഞ്ഞ പാത്രത്തിൽ ഇങ്ങനെ ഒരു 10 മിനിറ്റ് ചെരിച്ച് വെക്കുക, ആ വെള്ളമൊക്കെ ഒന്ന് ഊർന്ന് താഴേക്ക് ഇറങ്ങാൻ വേണ്ടിയിട്ട്. ഇനി ഈ ചീര അരിയാനെടുക്കുന്ന സമയത്ത് ആ വെള്ളമൊക്കെ നല്ലോണം ഒന്ന് കുടഞ്ഞതിന് ശേഷം കട്ടിംഗ് ബോർഡിൽ വെച്ചിട്ട് അരിഞ്ഞെടുക്കുക. ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 കപ്പ് തേങ്ങ, 2 പച്ചമുളക്, 2 വെളുത്തുള്ളി അല്ലി, 3 ചെറിയ ഉള്ളി, ഇതൊക്കെ ഒന്ന് ഒതുക്കിയെടുക്കണം. ഇനി തോരൻ ഉണ്ടാക്കാൻ തുടങ്ങുക. ഒരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചെടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണ കുറച്ച് ഒഴിച്ചെടുത്താൽ മതി കേട്ടോ. ഒരു 1/2 ടീസ്പൂണ് കടുകിട്ട് പൊട്ടിക്കുക. ഈ വീഡിയോ പിടിക്കുന്ന സമയത്ത് കറണ്ട് പോയി, അപ്പോൾ ഈ ഉള്ളിയും തേങ്ങയും മുളകൊക്കെ കൂടി ഒന്ന് ഒതുക്കിയെടുക്കാൻ കഴിയില്ല. ഞാൻ അരിഞ്ഞെടുത്തിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ കടുക് പൊട്ടിയിട്ട് ആ ഉള്ളിയൊക്കെ അതിലിട്ടെടുത്തിട്ടുണ്ട്. ഞാൻ ഒന്ന് മൂത്ത് വരട്ടെ. പച്ചമുളക് ഇട്ടെടുത്തിട്ടുണ്ട്. അതൊക്കെ ഒന്ന് വാടി വരുന്ന സമയത്ത് തേങ്ങ ഇട്ടിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം. അപ്പോൾ അതൊക്കെ ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ആ തേങ്ങ ഇട്ടിട്ട് ഒന്ന് വഴറ്റിയെടുക്കുക. ഇപ്പോൾ ഈ ഉള്ളിയും പച്ചമുളകും തേങ്ങയും ഒക്കെ ഒന്ന് വഴണ്ടി വന്നിട്ടുണ്ട്. ഇനി അരിഞ്ഞു വെച്ച ചീരയില അതിലേക്ക് ഇട്ട് കൊടുക്കുക. ഈ ചീര കഴുകിയതിന് ശേഷം അങ്ങനെ 10 മിനിറ്റ് വെച്ചല്ലോ കുത്തനെ, വെള്ളമൊക്കെ വാർന്ന് പിന്നെ അരിയാൻ നേരത്ത് ഒക്കെ കുടഞ്ഞെടുത്തതാണല്ലോ, അതുകൊണ്ട് തീരെ വെള്ളമയമില്ല. ഇപ്പോൾ ഈ ചീര മുഴുവൻ ഇട്ട് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഒന്ന് ഇളക്കിയിട്ട് പാകത്തിനുള്ള ലേശം ഉപ്പിട്ട് കൊടുക്കുക. ഉപ്പ് പിന്നെ വേണമെങ്കിൽ പാകം നോക്കിയിട്ട് ഇട്ട് കൊടുക്കുക. ഇപ്പോൾ ലേശം ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതൊക്കെ കൂടി ഒന്ന് ഇളക്കി യോജിപ്പിക്കുക. എന്നിട്ട് ഇതൊക്കെ കൂടി ഒന്ന് നടുവിലേക്ക് ഇങ്ങനെ തട്ടിപ്പൊത്തി കൂട്ടി വെച്ചിട്ട് ഒരു മൂടിയെടുത്തിട്ട് ഒരു 10 മിനിറ്റ് അടച്ച് വയ്ക്കുക. അതിൻ്റെ ഇടയിൽ ഇടയ്ക്ക് 1-2 പ്രാവശ്യം ഇളക്കി കൊടുക്കണം കേട്ടോ, തീരെ വെള്ളമയമില്ലാത്തതല്ലേ. ഈ സമയത്ത് ഗ്യാസ് ഒരു മീഡിയം ഫ്ലെയിമിൽ വെക്കണേ. കറണ്ട് പോയതിനെ കൊണ്ടാണ് കേട്ടോ അതിലേക്ക് ശരിക്കും അങ്ങോട്ട് കാണാത്തത്. അപ്പം തുറന്ന് നോക്കിയപ്പം ചീരയൊക്കെ നല്ലോണം വെന്ത് പാകമായി വന്നിട്ടുണ്ട്. ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ ഒന്ന് ഇളക്കിയിട്ട് അതൊന്ന് നല്ലോണം ഡ്രൈ ആക്കി എടുക്കണം. ഇപ്പം ചീരത്തോരൻ വെള്ളമൊക്കെ വറ്റിയിട്ട് നല്ല ഡ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി ഗ്യാസ് ഓഫാക്കാം. ഈ ചീര കഴുകിയ ഉടനെ ആ വെള്ളത്തോടെ അരിഞ്ഞാലും പിന്നെ നമ്മൾ വറവിടുന്ന സമയത്ത് വെളിച്ചെണ്ണ കൂടിയാലും ഈ തോരനൊക്കെ കൂടി ഒരു കഞ്ഞി പോലെയാവും കേട്ടോ, ഭയങ്കര ഒരു വെള്ളമയമായിരിക്കും. അപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്യുകയാണെങ്കിൽ നല്ല ഡ്രൈ ആയിട്ട് കിട്ടും തോരൻ. അങ്ങനെ ടേസ്റ്റിയും ഹെൽത്തി ആയിട്ടുള്ളൊരു ചീരത്തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതൊരു പാത്രത്തിലേക്ക് കോരി മാറ്റുക. ഇനി ഈ ചീര കിട്ടുന്ന സമയത്ത് എല്ലാവരും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണേ. ഈ ഒരു തോരൻ മാത്രം മതി കേട്ടോ, ചോറിൻ്റെ കൂടെ വേറെ കറീൻ്റെ ഒന്നും ആവശ്യമില്ല, അത്രയ്ക്കും ടേസ്റ്റാണ്. ഇനി ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ഒന്നും ചെയ്യാൻ മറന്നു പോകരുതേ. കമൻറ്റും എഴുതി അറിയിക്കണേ.